Hi everyone, welcome back to High Grade Online Academy. Concord in English. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Concord, it's a word which is originally derived from Latin for agreement, or it could be defined as a grammatical agreement between the subject and the verb. It says that both the subject and verb shall satisfy or agree in number and person. സിംപ്ലി കോൺകോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോൺകോഡ് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ ഒറിജിൻ ആണ്. അതൊക്കെ നമുക്ക് ആവശ്യമില്ല, എന്നാലും നമുക്കതിൻ്റെ വഴിയെ പോകാം. ഓക്കെ, സോ ഈ ഒരു കോൺകോഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് PSCയുടെ ഇംഗ്ലീഷ് ഭാഗത്ത് 1-2 മാർക്കിന് സ്ഥിരമായിട്ട് നമ്മൾ ഏതൊരു എക്സാമിനും നമ്മൾ കാണുന്നതാണ്. ദ ബേസിക് റൂൾ ബിഹൈൻഡ് ദിസ് കോൺകോഡ് ഈസ് ഫോർ എ സിംഗുലർ സബ്ജക്റ്റ് the concord or the verb should be singular and the plural subject the verb should be plural. അതായത് നമ്മളൊരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആൻഡ് വേർബ് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണം. ആ ഒരു എഗ്രിമെൻറ്റിനാണ് കോൺകോഡ് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നിയമങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഓപ്ഷനിലൂടെ എങ്ങനെ ഈ കോൺകോഡ് ഭാഗത്ത് വരുന്ന മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ compound subjects combined using the conjunction and take a plural verb എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോമ്പൗണ്ട് രണ്ട് സെൻറ്റൻസ് നമ്മൾ ആൻഡ് ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ, കോമ്പൗണ്ട് സബ്ജക്ട്സിന് നമ്മൾ ആൻഡ് ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്യുമ്പം അതിൽ നമ്മൾ എടുക്കേണ്ട വേർബ് പ്ലൂറൽ ആയിരിക്കണം. നോക്കിയോ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ്, കൃഷ് ആൻഡ് രാധ അല്ലെ, കൃഷ്ണ ആൻഡ് രാധ ഡേഷ് on their way to home അല്ലേ. അപ്പം എന്താ പറയുന്നത്, കൃഷ്ണ ആൻഡ് രാധ. അപ്പം നമ്മൾ കോമ്പൗണ്ട് സബ്ജക്റ്റ് രണ്ട് സബ്ജക്ട്സ് ഉണ്ട്, നമ്മളത് കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് ആൻഡ് ഉപയോഗിച്ച്. അപ്പം ആൻഡ് ഉപയോഗിച്ച് നമ്മൾ കോമ്പൗണ്ട് സബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, അതിൻ്റെ വേർബ് പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്, ഈസ് ആണോ ആറാണോ എന്ന് ചോദിച്ചാൽ ആൻസർ ആറാണ് അല്ലേ. വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ, ഷീല ആൻഡ് അരുൺ ഡേഷ് കംപ്ലീറ്റഡ് ദർ അസസ്മെൻറ്റ്. ഷീല ആൻഡ് അരുൺ കോമ്പൗണ്ട് സബ്ജക്ട്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഹാസ് ആണോ ഹാവ് ആണോ വരിക, വെരി സിമ്പിൾ ഹാവ്. അപ്പം ഫസ്റ്റ് റൂള് ക്ലിയർ ആണല്ലോ. വെൻ കോമ്പൗണ്ട് സബ്ജക്ട്സ് ആർ കമ്പൈൻഡ് യൂസിങ് ആൻഡ് ഉപയോഗിച്ച് കോമ്പൗണ്ട് സബ്ജക്ട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേർബ് പ്ലൂറൽ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ. സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when more than one noun is joined by the conjunction or, അതായത് ഒന്നിൽ കൂടുതൽ നൗൺസിനെ നമ്മൾ കൺജങ്ഷൻസ് ആയിട്ടുള്ള ഓർ എന്ന കൺജങ്ഷൻ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദ സബ്ജക്റ്റ് ഈസ് കൺസിഡേർഡ് ടു ബി സിംഗുലർ. സബ്ജക്റ്റ് സിംഗുലർ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ വേർബ് എന്തായിരിക്കണം, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് പ്രകാരം സിംഗുലർ സബ്ജക്റ്റിൻ്റെ വേർബും സിംഗുലർ ആയിരിക്കണം. അപ്പം നോക്കിക്കോ, യുവർ മം ഓർ ഡാഡ് ഡേഷ് ടു ബി ഹിയർ ഇൻ എൻ അവർ. യുവർ മം ഓർ ഡാഡ് നമ്മളൊന്നും നോക്കണ്ട, ഓർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മോർ ദാൻ വൺ ആണ്. ഇപ്പം ടീ ഓർ കോഫി അല്ലേ. അപ്പം അതുപോലെ എന്താണ്, ഒന്നിൽ കൂടുതൽ നൗൺസിനെ നമ്മൾ ഓർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പം അതിൻ്റെ വേർബ് ഉറപ്പായിട്ടും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അപ്പം എന്താണ്, യുവർ മം ഓർ ഡാഡ് ഹാവ് അല്ല, ഹാസ് ടു ബി ഹിയർ. സെക്കൻഡ് റൂള് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത റൂള് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when a subject begins with each or every as the subject. When a sentence begins with each or every as the subject. അപ്പോൾ ഈച്ച് എവരി അങ്ങനത്തെ വേർഡ് ഉപയോഗിച്ചൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണക്കാക്കേണ്ടത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി സിംഗുലർ. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. ഒരു സെൻറ്റൻസ് ഈച്ച് അതേപോലെ എവരി തുടങ്ങിയ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിൽ എന്താണ്, അതിൻ്റെ വേർബ് ഉറപ്പായിട്ടും സിംഗുലർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, എന്താണ്, ഈച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എവറി സ്റ്റുഡൻസ് ഡേഷ് ബീൻ ആസ് ടു പ്രൊവൈഡ് എ കൺസെൻറ്റ് ലെറ്റർ. ഞാൻ ഇപ്പോൾ പറഞ്ഞ എന്താ, ഈച്ച് സ്റ്റുഡൻറ്റ് ഡേഷ് ബീൻ ആസ് ടു പ്രൊവൈഡ് എ കൺസെൻറ്റ് ലെറ്റർ. അപ്പോൾ ഈച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഈച്ച് സ്റ്റുഡൻസ് ഹാസ് ബീൻ ആണ്, ഹാവ് അല്ല വരെ സിംഗുലർ ആണ്. ഓക്കെ, അടുത്തൊരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ സബ്ജക്റ്റ് റെഫേഴ്സ് ടു എ പീരീഡ് ഓഫ് ടൈം, ഡിസ്റ്റൻസ് ഓർ എ സം ഓഫ് മണി.
നമ്മളെ സബ്ജക്റ്റ് ഒന്നെങ്കിൽ ഒരു ടൈം ഡ്യൂറേഷൻ കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, ഒരു ദൂരം കാണിക്കുക, അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് മണി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബാണ്. വേറെ ഒന്നും അതിൽ ചിന്തിക്കേണ്ട. ഒരു പീരീഡ് ഓഫ് ടൈം, ഒരു കാലയളവ്, കുറച്ച് വർഷങ്ങളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ, പീരീഡ് ഓഫ് ടൈം, അതുപോലെ ദൂരം, അതേപോലെ എമൗണ്ട്, പൈസ അല്ലേ, സം ഓഫ് മണി. അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കോ. 10 ഇയേഴ്സ്. 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ആരും 6 കൊണ്ടുപോയി കുത്തണ്ട. എന്താണ്? 10 ഇയേഴ്സ് ഈസ് നോട്ട് എ പീരീഡ് ആണ്. അതുപോലെ 100 കിലോമീറ്റേഴ്സ് കാണുമ്പോൾ 6 അല്ല വേണ്ടത്. എന്താണ് 100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ദൂരമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഈസാണ് വരിക. ഓക്കെ, ഇനി അടുത്തത് അബ്സ്ട്രാക്റ്റ് നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റൂല അല്ലേ, ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്? അബ്സ്ട്രാക്റ്റ് നൗൺസ്. അപ്പോൾ എന്താ? അബ്സ്ട്രാക്റ്റ് നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ആർ കൺസിഡേർഡ് ആസ് സിംഗുലർ സബ്ജക്റ്റ്. അപ്പോൾ അൺകൗണ്ടബിൾ മീൻസ് എണ്ണാൻ പറ്റാത്ത അല്ലേ, അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ക്വാളിറ്റീസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതൊക്കെ നമ്മൾ സിംഗുലർ ആയിട്ട് കാണിക്കുക. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഹോണസ്റ്റി അല്ലേ. ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അപ്പം സത്യസന്ധത എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അത് നമുക്ക് എത്ര എണ്ണി തീർക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ അപ്പം അങ്ങനത്തെ നൗൺസ് അബ്സ്ട്രാക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ എന്താണ് വേർബും, അത് സബ്ജക്റ്റ് നമ്മൾ സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അതിൻ്റെ വേർബും സിംഗുലർ ആയിരിക്കണം. വേറൊരു എക്സാമ്പിൾ എന്താണ്? ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. കീപ്സ് യു സ്ട്രോങ്. എന്തായിരിക്കും വരിക? ഗുഡ് ഫ്രണ്ട്ഷിപ്പ്. ഒന്നും ആലോചിക്കേണ്ട. ഇങ്ങനത്തെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളത് അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ആൻസറിലെ വേർബ് എന്തായാലും സിംഗുലർ ആയിരിക്കണം. അപ്പം കീപ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ടു സബ്ജക്ട്സ് ആർ കമ്പൈൻഡ് ബൈ യൂസിങ് either or, neither nor, not only but also, അതേപോലെ or. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് or for sentences using either or, neither or, not only but also or, the verb should agree with the noun or pronoun that comes just before it. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സബ്ജക്റ്റ് ആയിരിക്കണം. അതായത് സെൻറ്റൻസുകൾ നൈദർ നോർ, ഐദർ ഓ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ തുടങ്ങിയ കണക്റ്റേഴ്സ് വെച്ച് നമ്മൾ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേർബ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആ ഒരു കണക്റ്റർ കഴിഞ്ഞിട്ട് അതിന് തൊട്ട് ജസ്റ്റ് ബിഫോർ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും കോംപ്ലക്സ് ആയിട്ട് അതിനെ കാണേണ്ട, കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ഒന്നുമില്ല. ഐദർ ഓർ, നൈദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ വരുമ്പം നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുക. ആ സെക്കൻഡ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ വേർബ് സിംഗുലർ ആയിരിക്കണം. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ വേർബ് പ്ലൂറൽ ആയിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നൈദർ ദ പ്രിൻസിപ്പൽ നോർ ദ സ്റ്റുഡൻസ് ഹാവ് കം. ഇവിടെ എന്താണ്? നൈദർ ദ പ്രിൻസിപ്പൽ, ഫസ്റ്റ് സബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആണ്, സെക്കൻഡ് സബ്ജക്റ്റ് സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മൾ നിയമപ്രകാരം സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചുള്ള വേർബ് ഉപയോഗിക്കണം. അപ്പം സെക്കൻഡ് സബ്ജക്റ്റ് സ്റ്റുഡൻസ് ആണ്. അപ്പം ഹാസ് ആണോ ഹാവ് ആണോ വരിക? ഹാവ്. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ എന്താ? നൈദർ ദ സ്റ്റുഡൻസ് നോർ ദ പ്രിൻസിപ്പൽ. നമ്മൾ ആ ക്വസ്റ്റ്യന് തിരിച്ചിടാണ്. അപ്പം എന്താ? ഫസ്റ്റ് സബ്ജക്റ്റ് ഇവിടെ നൈദർ ദ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻസ് ആണ്. നോർ ദ പ്രിൻസിപ്പൽ, അപ്പോൾ സെക്കൻഡ് സബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആണ്. അപ്പം സെക്കൻഡ് സബ്ജക്റ്റ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മളെ വേർബ് സിംഗുലർ ആയിരിക്കണം. അപ്പം ഹാവിന് പകരം എന്തായിട്ട് യൂസ് ചെയ്യണം? ഹാസ്. നെക്സ്റ്റ്, when two subjects are joined by connectors like with, together with, along with, as well as much as many as, in addition to, accompanied by, in the company of, besides, like, unlike തുടങ്ങിയ കണക്റ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ രണ്ട് സെൻറ്റൻസുകൾ കണക്ട് ചെയ്യുമ്പോൾ the verb agrees with the first. ഓക്കെ, എന്താ പറയുന്നത്? when two subjects were connected with, together with, along with, as well as much as many as അല്ലേ. കുറച്ച് വിത്തുകൾ ഓർമ്മിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആസുകൾ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ രണ്ട് സെൻറ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് the verb agrees with the first subject. the verb agrees with the first subject. എക്സാമ്പിൾ നോക്കിയാൽ ഒന്നും കൂടെ ക്ലിയർ ആവും. the prime minister as well as the other ministers dash visited the spot. അപ്പം എന്താ പറയുന്നത്? the prime minister
as well as the other ministers has visited the spot. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ്, സെക്കൻഡ് സബ്ജക്റ്റ് എന്താ അതർ മിനിസ്റ്റേഴ്സ് ആണ്. പക്ഷെ നമ്മളെ നിയമപ്രകാരം നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കുകയേ വേണ്ട, എന്ത് നോക്കിയാൽ മതി, ഫസ്റ്റ് ആണ്. അപ്പം ഇവിടെ എന്താണ് പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആൻസർ എന്താ വരിക, ഹാസ് വിസിറ്റഡ് ദ സ്പോട്ട്. ഒന്നുകൂടെ ഞാൻ വായിച്ചു തരാം. എന്താണ്, ദ പ്രൈം മിനിസ്റ്റർ ആസ് വെൽ ആസ് ദ അതർ മിനിസ്റ്റേഴ്സ് ഹാസ് വിസിറ്റഡ് ദ സ്പോട്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിവേഴ്സ് ആയിട്ട് നോക്കിയാലോ. ദ അതർ മിനിസ്റ്റർ ആസ് വെൽ ആസ് ദ പ്രൈം മിനിസ്റ്റർ ഡേഷ് വിസിറ്റഡ് ദ സ്പോട്ട്. അതിന് ആൻസർ ഒന്ന് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കൂ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് ഇവിടെ അതർ മിനിസ്റ്റേഴ്സ് ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറിൽ എന്താ വേണ്ടത്, ഹാസ് ആണോ ഹാവ് ആണോ ഒന്ന് നോക്കി നോക്കണേ. നെക്സ്റ്റ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസസ് വിത്ത് പ്രൊനൗൺ anybody, anyone, no one, somebody, someone, everybody, everyone, nothing and nobody. ഈ ഒരു പ്രൊനൗൺസ് വന്നു കഴിഞ്ഞാൽ they are or it is treated as singular subject. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാ പറഞ്ഞേ, എനിബഡി, എനിവൺ, നോ വൺ, സംബഡി, സംവൺ, എവ്രിബഡി, എവ്രിവൺ, നത്തിങ്, നോബഡി, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന എന്തായിട്ടാണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പം നമുക്കറിയാം സിംഗുലർ സബ്ജക്റ്റ് ആണ്, വേറെ ഒന്നും ആലോചിക്കേണ്ട. ആസ് പെർ കോൺകോർഡ് എന്താണ് ഫോർ സിംഗുലർ സബ്ജക്റ്റ് verb should be സിംഗുലർ ആണ്. അപ്പം നോക്കിക്കോ, അപ്പോൾ അത് സിംഗുലർ ആയിട്ട് കാണാം. എവ്രിബഡി ഡേസ് ലിസണിങ് ടു ദ മ്യൂസിക്. അപ്പം എന്താണ്, എവ്രിബഡി ആർ പറയാൻ പാടില്ല, എവ്രിബഡി ഈസ്. അതേപോലെ എന്താണ്, നത്തിങ് ഡേഷ് ഹിയർ. ഓപ്ഷനിൽ റിമെയിൻ ഉണ്ട്, റിമൈൻസ് ഉണ്ട്. ഏതായിരിക്കും വരിക, സിംഗുലർ ആയതുകൊണ്ട് തന്നെ നത്തിങ് റിമൈൻസ് ഹിയർ. ഓക്കെ. കോൺകോർഡുമായിട്ട് ബന്ധപ്പെട്ട അനദർ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, നമ്മൾ ആൻഡ് ഉപയോഗിച്ച് രണ്ട് നൗൺസ് യോജിപ്പിക്കുമ്പോൾ അത് രണ്ടും ഒരേ ആശയമാണ് പറയുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയാം ബ്രെഡ് ആൻഡ് ബട്ടർ അല്ലേ, അത് ഒരേ ഒരു ആശയമാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ നമ്മൾ ഒരേ ആശയങ്ങൾ വരുന്ന സെൻറ്റൻസുകൾ നമ്മൾ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പം നമ്മൾ അതിനെ എന്തായിട്ടാണ് കണക്കാക്കേണ്ടത്, സിംഗുലർ വേർബാണ്. അപ്പം ബ്രെഡ് ആൻഡ് ബട്ടർ ആർ ഗുഡ് ഫോർ ഹെൽത്ത് അല്ല, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പോൾ ഒരേ കൺസെപ്റ്റ് ആണെങ്കിൽ ഓക്കെ, ഒരേ ആശയമാണ്, നമുക്കതിന് സിംഗുലർ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ കോൺകോർഡുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് PSCയുടെ ക്വസ്റ്റ്യൻസുകളിൽ സ്ഥിരമായിട്ട് കാണാറുള്ള ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നൽകുന്നുണ്ട്. അപ്പം അത് എല്ലാവരും ചെയ്ത് കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.